കാൻവെൽ എന്ന് പറയുന്ന ഒരു പാതിരിയാണ് അതിൻ്റെ ആ തുടക്കക്കാരൻ. അയാൾ വർക്കേഴ്സ് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വളരെ ജനപ്രിയമായിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണത്. അങ്ങനെ ആ ഫാദരി കാൻവെൽ എന്ന് പറയുന്ന ഫാദർ ഇങ്ങനെ പുറത്ത് വന്ന് നോക്കുന്ന സമയത്ത് ഒരു പറഞ്ഞ ഒരു ഷർട്ട് ഇട്ടതായിരുന്ന ഒരു പെൺകുട്ടി അവിടെ പുറത്തുണ്ട്. ആ പെൺകുട്ടികൾ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ സൗകര്യമില്ല. ആ ഹാള് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ചെറിയൊരു ഒരു ഹാളാണ്. അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് പോകാൻ സാധിക്കാതെ പുറത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് ആ പാതിരി വന്നിട്ട് കുട്ടിയെ സമാശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചിട്ട് അങ്ങനെ എവിടെ ഒരു സ്ഥലം അഡ്ജസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് അങ്ങനെ കൊടുത്തു. അങ്ങനെ എന്ത് ചെയ്തെന്നറിയോ? ഈ പെൺകുട്ടി പുരയിലേക്ക് വന്നിട്ട് എല്ലാ ദിവസവും ഈ പെൺകുട്ടി ആരെങ്കിലും കൊടുക്കുന്ന ഉപ്പാപ്പന്മാർ അല്ലെങ്കിൽ ഇഞ്ഞന്മാർ ആരെങ്കിലും കൊടുക്കുന്ന പണത്തിൽ നിന്നിട്ട് ഒരു പൈസ പണ്ട് ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒരു വിഷയം, ഒരു നൂറ്റാണ്ടിന് മുമ്പ് നടന്നതായിരിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഓരോരു പൈസ എന്താക്കും, ഒരു സെൻറ്റ് ലണ്ടനിൽ ഒരു പിന്നെ അമേരിക്കൻ്റെ ഒരു സെൻറ്റ് റിയാൾ അതൊന്നുമില്ല, സെൻറ്റ് എന്നാണ് അതിന് പറയുന്നത്. പൈസയ്ക്ക് പകരം സെൻറ്റ് എന്ന് പറയും. അങ്ങനെ അതിന് എടുത്തു വെച്ചിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ ഈ പെൺകുട്ടിക്ക് അനാരോഗ്യം വന്നു. അനാരോഗ്യം വന്നപ്പോൾ എന്നിട്ട് അതിൽ ആ കുട്ടി മരിച്ചു. അങ്ങനെ ആ കുട്ടിയുടെ മൃതദേഹം സന്ദർശിക്കുവാൻ വേണ്ടി ഈ പാതിരി കാൻവെൽ എന്ന് പറയുന്ന ഈ പാതിരി അവിടെ സന്ദർശിച്ച് അങ്ങനെ അതെല്ലാം അവിടുത്തെ ഉത്തരക്രിയ അതെല്ലാം നടന്നതിന് ശേഷം ആ പെൺകുട്ടിയുടെ ഉമ്മ ഒരു ചെറിയൊരു കെട്ട് കൊടുന്നിട്ട് ഈ കാൻവെലിനോട് കൊടുത്ത്, പാതിരിയോട് കൊടുത്ത്. അപ്പോൾ പാതിരി ഇതിനെ സ്വീകരിച്ച് എന്താണ് ഇത്, എന്താ സംഗതിയൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, ഈ കോളേജ്, ഈ സ്കൂളിനെ ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട്, കെട്ടിടം വലുതാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടി എല്ലാ ദിവസവും കൊടുത്ത ചോക്ലേറ്റിന് വേണ്ടി കൊടുത്ത പൈസ ഒരു ഡബ്ബിക്കിട്ട് എടുത്തു വെച്ചതാണ്. 50 അങ്ങനെ എണ്ണി നോക്കുന്ന സമയത്ത് 57 സെൻറ്റാണ് അതിലുള്ളത്. അങ്ങനെ അയാൾ ആ പണത്തിനെ പിടിച്ചിട്ട് പിറ്റേന്ന് അവിടുത്തെ ആ ഒരു ഞായറാഴ്ചയുടെ പ്രാർത്ഥനാ സഭയിൽ വെച്ചിട്ട് ഇതിനെ ഈ സംഭവം പറഞ്ഞപ്പോൾ എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണീര് വലിച്ചു. എന്നിട്ട് അവിടെ ഉള്ളവരെല്ലാം സംഭാവന കൊടുത്ത്, കൂടിയവരെല്ലാം സംഭാവന കൊടുത്ത്, എന്നിട്ട് സംഭാവന കൊടുത്തിട്ടും വലിയ യൂണിവേഴ്സിറ്റി ആക്കാൻ അവിടെ സാധിക്കുന്ന അത്ര കണ്ട് പണം അവിടെ കൂടിയില്ല. അങ്ങനെ അവിടെ ഉള്ളതായിരിക്കുന്ന പിറ്റേന്ന് ഒരു പത്രം നോക്കുന്ന സമയത്ത് ഒരാൾ പിന്നെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തു, എൻ്റെ അടുക്കൽ ഇത്ര 1 ഏക്കർ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ഞാൻ വിൽക്കുകയാണ്, ഒരു കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി വിൽക്കുകയാണ്. അങ്ങനെ അയാളോട് പോയിട്ട് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അയാളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വിലയൊന്നും ഞങ്ങൾക്ക് തരാൻ സാധ്യമല്ല. അപ്പോൾ അയാൾ പറഞ്ഞത്രേ, എനിക്ക് വലിയ വില എന്ത് വേണ്ട, ആ 1 ഏക്കർ സ്ഥലത്തിന് 57 സെൻറ്റ് കിട്ടിയാൽ മതി, ആ പെൺകുട്ടി തന്ന ആ പണം ഉണ്ടല്ലോ അത് കിട്ടിയാൽ മതി. അങ്ങനെ അത് വലിയ പ്രചാരമായി. അങ്ങനെ ആ 1 ഏക്കർ സ്ഥലം അവർ വാങ്ങി. അങ്ങനെ എല്ലാവരും അതിന് സഹായം ഒഴുകി വന്നു. ഇന്ന് ചരിത്രപ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി, അതിൻ്റെ ചരിത്രം അതാണ് എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ 1 റിയാലും 10 റിയാലും അത് വലിയ സംഭവമായിട്ട് അനികൂടി ഹള്ള എന്ന് പറഞ്ഞതുപോലെ അൽഹംദുലില്ലാ നമുക്ക് ഈ അല്ലമീനിൻ്റെ യുവാക്കള് നമ്മുടെ നാട്ടിലൊക്കെ ഇന്നലെ മുഞ്ഞാന്ന് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മഗ്രിബിന് ഒരു കളക്ഷനാക്കി. മഗ്രിബിന് എന്തിനെന്നറിയോ? അയാൾക്ക് സുഖമില്ല, അയാൾ ആർട്ട് പേഷ്യൻ്റ്, ഒരു കല്ലിച്ചെത്തി ചെത്തുന്ന ഒരു മനുഷ്യനായിരുന്നു. നിന്നിക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് കല്ലിച്ചെത്തിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ അയാൾക്ക് ഹാർട്ട് പേഷ്യൻ്റ്, അയാളുടെ ഭാര്യയ്ക്ക് കിഡ്നിൻ്റെ പേഷ്യൻ്റ്, ചെറിയൊരു ചെറ്റപ്പുര. എന്നിട്ട് ആ പുരയിൽ 8 പെൺകുട്ടികൾ, ഒരു ചെറിയൊരു ആൺകുട്ടി, 8 പെൺകുട്ടികളാണ്. ഇതൊരു സംഭവമാണ്. ഇങ്ങനത്തെ ധാരാളം പാവപ്പെട്ടവര്, ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ ഇന്ന് ഉഷാറായിട്ടുണ്ട്, ഗൾഫിന്റെ പണം കൊണ്ട് എല്ലാം ലോകത്തെല്ലാം ഉഷാറായിട്ടുണ്ട്. അങ്ങനെയൊന്നും ആയിട്ടില്ല. എത്രയോ പാവങ്ങൾ, കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത എത്രയോ ആൾക്കാർ ഇന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പേണ്ട കർത്തവ്യം നമുക്കൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളൊക്കെ പെൺകുട്ടികളെ വായിക്കാൻ വേണ്ടിയിട്ട്, വിവാഹം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. ആ അനുഭവം ഞങ്ങൾക്കുള്ളത് കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇതേ മജ്ലിസിൽ തന്നെ അടുത്ത പ്രാവശ്യം 8ഓ 10ഓ വിവാഹ ജോഡി നടക്കുന്ന സമയത്ത് വയസ്സ് മൂത്തതായിരിക്കുന്ന, 20 വയസ്സ് കഴിഞ്ഞതായിരിക്കുന്ന, കഷ്ടപ്പാടിലുള്ളതായിരിക്കുന്ന പെൺകുട്ടികളെ തേടിപ്പിടിച്ചിട്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് അവർക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു വകയായിട്ട് 1 പവനോ അല്ലെങ്കിൽ 2 പവനോ എന്തെങ്കിലും നിങ്ങൾ കൊടുത്താൽ അതൊരു വലിയ സംഭവമായിട്ട് മാറും. അത് 10 അല്ല 20 ജോഡി ഈ മജ്ലിസ് മനസ്സിലാക്കിയാൽ 20 ജോഡി വിവാഹം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ഇന്നലെ നമ്മുടെ ടാലന്റ് റിസർച്ച് ഫൗണ്ടേഷന്റെ റഫീഖ് മാസ്റ്റർ അയാൾ പറഞ്ഞു, കഴിഞ്ഞ 1-2 കൊല്ലത്തിൽ 158 പെൺകുട്ടികളെ, 35 വയസ്സ് പ്രായം മീറിയതായിരിക്കുന്ന 158 പെൺകുട്ടികളെ ഞങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു 2 വർഷത്തിൽ. ഇങ്ങനെ
സംഘടനകൾ ധാരാളം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ജംഇയ്യത്തുൽ ഫലാഹ്, ഹിദായ ഫൗണ്ടേഷൻ, ഞങ്ങളുടെ ബാവാക്കൻ്റെ ആൾ അവരെല്ലാം പ്രവർത്തിക്കുന്ന, അതുപോലെ മുസ്തഫ ഹാജി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, അതുപോലെ നമ്മുടെ അനീഫ് ഉദവി നമുക്കൊക്കെ പിന്നെ അഭിമാനമുണ്ട്, ദീനിയും പഠിച്ചിട്ട് അഡ്വക്കേറ്റുമായി. ഇങ്ങനത്തെ ഇതെല്ലാം പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഓരോരുത്തരും പ്രവർത്തിച്ചു. ബഹാഉദ്ദീൻ ഉസ്താദ് പ്രവർത്തിച്ചു, ശംസുൽ ഉലമ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ വേറെ വേറെ ആൾക്കാർ എല്ലാം പ്രവർത്തിച്ചു. അതുപോലെ നമ്മുടെ നേരത്തെ KICയുടെ ഒരു പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞു വന്ന നമ്മുടെ അസ്കർ അലി തങ്ങളുടെ നേതൃത്വത്തിൽ. ഇങ്ങനെ മുമ്പൊക്കെ നിങ്ങൾക്കറിയാം, മുമ്പ് ഐസ് ക്യാൻഡി വിൽക്കുന്നവിടെ ആര്? ബാരിമാർ അല്ലേ? ചെമ്മ എവിടെ പക്ക നോക്കിയാൽ ഐസ് ക്യാൻഡി വിൽക്കലെങ്ങ ബാരിമാർ, ഹോട്ടലിൽ സൊറ ആക്കടെങ്ങ ബാരിമാറ മക്ക അല്ലേ? അതേ സമയത്ത് ഇപ്പം എവിടെയും കാണാൻ കിട്ടില്ല ബാരിമക്ക ഐസ് ക്യാൻഡി വിൽക്കല്ല, ഹോട്ടലിൽ ഗലാസും കളിക്കില്ല. ഞങ്ങളെ രാജ്യത്തിൽ ಬೇರೆ ബാംഗ്ലൂരിലെಲ್ಲ ಇಕ್ಕು, ഞങ്ങളെ ಈ ದಕ್ಷಿಣ ಕನ್ನಡ ಬೇರೆ ಕೇರಳത്തിലല്ല. എന്തേ കാരണം ಗೊತ್ತುಂಟ? ഉസ്താദുമാർ സ്ഥാപന തുടങ്ങിയത്, മത ലൗകിക ജണ്ടു സമന്വയാകരണക്കത്തെ സ്ഥാപന തുടങ്ങിയത്. എത്തീമക്ക പഠിക്കാൻ തുടങ്ങിയത്, പാവത്തങ്ങ അവിടെ പോയിട്ട് പഠിക്കാൻ, എന്തില്ലെങ്കിൽ SLC പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പഠിച്ചിട്ട് ഞങ്ങളെ ആ ഒരു സമുദായത്തിന്റെ മുഖമേ ചേഞ്ച് ആയിട്ട്. അപ്പൊ ಶಿಕ್ಷಣ ಸಂಸ್ಥೆಗೆ ಸಹಾಯ ಕೊಡ್ತಂಗೆ ಎಫೆಕ್ಟ್ ಆವಡು ಚೊನ್ನಕ್ಕೆ ಇದು ಉದಾಹರಣ. ഞങ്ങളുടെ രാജ്യത്തിൽ എത്രമാ സ്ഥാപന ഇപ്പം ഞങ്ങളെ പിന്നെ ഞങ്ങളെ മൂളൂരിലെ ഒരു സുന്നി സെന്റർ അതിലെ കാര്യകർത്തമാരെല്ലാം ഇതിലിക്കുവാറ്. അതുപോലെ ഞങ്ങളെ മാടന്നൂരിലെ ഒരു സ്ഥാപനം ഞങ്ങളെ മുസ്തഫ ഹാജർ അതിൽ അധ്യക്ഷമായിട്ടുണ്ട്. ഞങ്ങളെ അനീഫ് ഉദവി അതിലെ പ്രിൻസിപ്പാളായിട്ട് ദാറുന്നൂറല്ലേ എന്താ അതിൻ്റെ പേര്? നൂറുള്ളൂത എല്ലാ പേരും ഒരു സെയിം ആയിട്ട് വരും, നൂറെല്ലാത്തിലും ഉണ്ടല്ലേ. അതുപോലെ KICയിൽ സ്ഥാപനമുണ്ട്, അതുപോലെ തോടാറിലുണ്ട്, ദാറുന്നൂറിലുണ്ട്. ഞങ്ങൾ സലീം ഭായ്, അൽതാഫ് ഭായ് അയാളുടെ നേതൃത്വത്തിൽ എല്ലാ സ്ഥാപനം നടക്കണം. എല്ലാത്തും നിങ്ങൾ തീരെ ഒരു 10 രൂപ കൊടുക്കൂ. ആവില്ലാണ്ട് ചൊല്ലണ്ട, 5 രൂപ 10 രൂപ കൊടുത്തെങ്കിൽ അത് വലിയ ഒരു ഇതായിട്ട് ഇതാവിടൂ. എല്ലാത്തും നിങ്ങൾ സഹായിക്കണം. ചൊമ്മെ ആൾമാർക്ക് അതുകൊണ്ട് ഉപകാരമുണ്ട്. ബേർനിറച്ചിട്ട് അങ്ങ് പഠിക്കുവാറ്. ബേർനിറക്കാണ്ട് പഠിക്കണമെങ്കിൽ എങ്ങനെ സാധ്യ? ഞങ്ങ ചൊല്ലണത് സാധ്യ. പഠിക്കണം ചൊല്ലണത് നിങ്ങൾ സുലാഭ. പൈക്കരങ്ങ എങ്ങനെ ബൈക്കര്? എങ്ങനത്തെ ഭാഷയിൽ, എങ്ങനത്തെ രീതിയിൽ, എങ്ങനത്തെ പറച്ചല് വേണം, വാള് ചൊല്ലത് വേണം, വാള് പറയേണ്ടത് വേണം, എല്ലാം ഉണ്ട്. ഇപ്പം 2 ഐറ്റംസ് ഉണ്ടല്ലോ, വാള് ചൊല്ലത് മാത്രമല്ല വാള് പറയേണ്ടതും ഉണ്ട്. 2 ഐറ്റംസ് ഇപ്പം ഞങ്ങൾ വാള് പറയേണ്ടത് ഞങ്ങൾ വേണ്ട, വാള് ചൊല്ലത് മതി ഞങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് ആരെയും ടീക്കെ ടിപ്പണി അത് അതെല്ലാം നിപ്പാട്ട് സ്വയം കഴിഞ്ഞിട്ട് ഞങ്ങൾ കാര്യക്രമമായി കൊണ്ടുപോയി, സേവ ആയിക്കൊണ്ടുപോയി. മണക്കുള്ളത് സേവ. അള്ളാഹ് നിങ്ങൾ അടുക്കണം മുട്ടാവണത് മനസ്സുണ്ടാ, സുജൂതാക്കിയിട്ട് മാത്ര കാര്യമില്ല. ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതുണ്ട്. എന്തിനാ ഒന്നുണ്ടാ നന്ന ചെമ്മ സുജൂതാക്കി അള്ളാഹ് മുട്ട അടുക്കുന്നുണ്ട്. അങ്ങനത്തെ ആരും വിചാരിക്കണ്ട. വേറെ ഒന്നും ആക്കാണ്ട് മനുഷ്യ സേവ, സമാജ സേവ, മാനവ സേവ, അതേ റബ്ബുക്ക് അത്തിറ ആക്കണക്കത്തെ ഒരു വിഷയം എന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്മാരെ മുട്ടാവണം. മനുഷ്യന്മാർക്ക് ഹെൽപ്പാക്കണം. മനുഷ്യന്മാർ അള്ളാഹ് റസൂല് പറഞ്ഞല്ലേ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലേ, എപ്പോഴും കേൾക്കണക്കത്തായത് ചെമ്മ ഞങ്ങൾ കേൾക്കട. അതിന്റെ ഉദ്ദേശം അതിന്റെ അർത്ഥം ഞങ്ങൾ ഒന്നില്ലാത്ത സംഭവം ഞങ്ങൾ പരിവർത്തനം ആവില്ല ചെമ്മ. അതുകൊണ്ട് അള്ളാഹ് ചൊല്ലുന്ന കൊണ്ടുണ്ടാ ദീന്റെ കളവാക്കിയ പരമ ധിക്കാരി ആരെന്ത് കൊണ്ടുണ്ടാ? നിസ്കരിக்கிறവനെ എങ്ങനത്തെ നിസ്കാര? അവനക്ക് നിസ്കാരത്തിൽ കാളജി ഇല്ല. വെറുതെ മനുഷ്യന്മാരെല്ലാവരും നിസ്കരിക്കുക, ഒട്ടിಗೆ നാണ് നിസ്കരിക്കര്. എന്തിനൊക്കെ അവന്റെ ലൗകിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് അവന് നിസ്കരിക്കര്. പിന്നെ അവന് യതീമുക്ക് അവന് സഹായാക്കില്ലേ, പാവത്തെങ്ങ അവന് സഹായാക്കില്ലേ, കഷ്ടമുള്ളെങ്ങ അവന് സഹായാക്കില്ലേ. അങ്ങനത്തെ അവന് ദീന്റെ ധിക്കരിച്ചവർ ധിക്കാരി. ഇത് ഞങ്ങൾ ഭാര്യ അർത്ഥാക്കണക്കത്തെ വിഷയ. അതുകൊണ്ട് ഞാൻ ചെമ്മ ഉദ്ദ ബലിക്കില്ല ചെങ്ങായിമാരെ. നിങ്ങൾക്ക് അള്ളാഹ് തന്നെ ആ സ്വത്വരെ അതൊരു പരീക്ഷ ആയിട്ടിക്കിട്. പൈസ കൊടുത്തിട്ടും സഹ അള്ളാഹു പരീക്ഷ ആക്കറ്, പൈസ കൊടുക്കാമാറും സഹ അള്ളാഹു പരീക്ഷ ആക്കറ്. കഷ്ട സുഖാൻ ചൊല്ലതൊന്നും ഇല്ല ദുനിയാവിൽ. കഷ്ട സുഖാൻ ചൊല്ലത് എല്ലാവർക്കും കഷ്ടമുണ്ട്, എല്ലാവർക്കും സുഖമുണ്ട്. എപ്പോഴും ഇതൊരു ഞങ്ങൾ സ്ലോഗൻ. കഷ്ട ആർക്ക് കഷ്ടമുള്ളേ? പാവത്തെങ്ങ കഷ്ടം ഇല്ല. നല്ല ചന്തത്തിൽ ഉറങ്ങാറ് പാവത്തെങ്ങ. വേണമെങ്കിൽ പൈസ ഉള്ളെങ്കിൽ ഉറക്ക് പണ്ടില്ലേ. കഷ്ട പൈസ ഇന്നെങ്കിലും കഷ്ടമുണ്ട്, പൈസ ഇല്ലാത്തെങ്കിലും കഷ്ടമുണ്ട്. കഷ്ട സുഖ എല്ലാം ഇക്കടെ നിങ്ങളെ മനസ്സിലായിട്ട് ഇക്കട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കട്ടെ. ഹിമ്മത്തുക്ക് വേണമായിട്ട് ഞാൻ ചൊല്ലേ, ഇത് നിങ്ങൾ ധൈര്യത്തിന് വേണമായിട്ട് ചൊല്ലേ. കുറകൊണു പോയാല്, നിരാശയിക്കൊണു പോയാല് എപ്പോഴും ആക്ടിവിറ്റി ആയിട്ട് അള്ളാഹു ഞങ്ങൾ ഈ ജീവന പരീക്ഷയ്ക്ക് വേണമായിട്ട് തന്നെ ഞങ്ങളെ അള്ളാഹു എത്ര ഞങ്ങൾ ഹണകാരിക്ക് തന്ന അതിലോട്ട് യാരെ ഞങ്ങൾ 3 ഐറ്റംസിലെ മനുഷ്യന്മാരുണ്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ഗൾഫിലെ ഉദ്യോഗിമാർ മനസ്സിലാക്കേണ്ട ഒരു വിഷയ. ഞങ്ങൾക്ക് ഞങ്ങളെ ബോസ്മാർ എത്ര നിർണയിച്ചു തന്നത് ഉദ്യോഗ അതിലോട്ട് കുറച്ച് യാരാക്കിയിട്ട് കൊടുക്കൂ. അപ്പൊ ഞങ്ങളെ ജീവന യശസ്വിയാവുള്ളൂ, വാസുക എന്തിനാവുള്ളൂ, സന്തോളാവുള്ളൂ. 3 ഐറ്റംസിലെ മനുഷ്യന്മാരുണ്ട്. ഒന്നിനെതിരെ എപ്പോഴും ഗಂಟ നോയിക്കൊണ്ടിരിക്കടെ. ആയിത്താണ്ട് അവನು ഇಟ್ಟೆ പുല്ലിಗೆ ನಂಡೆ ಚಾಣ ಅಂಟು. ಇದು
ಎರ್ದು ಜೊಂದಿರಲ್ಲ ಅವನು ಎತ್ತರ ಪುಲ್ಲಿ ಇಟ್ಟು ಅತ್ರ ಮಂದಂಡ ಚಾಣ ಎಪ್ಪಳು ಆಯ್ತಾ ಟೈಮ್ ಆಯ್ತಾ എൻ്റെ ടൈം ഡ്യൂട്ടി ആയിട്ട് ടൈം ആയിട്ടാണ് അത് അങ്ങനെ സൊസിയാവില്ല ജീവനത്തിലെ സൊസിയാവില്ല പിന്നെ ഒരു മനുഷ്യന്മാർ എന്തും ആക്കിടയില്ല ജോലിയില്ല ഉദ്യോഗമില്ല വേണമെന്നൊക്കെ കൊണ്ടു തട്ട് അല്ല ഉണ്ടല്ലേ തറുവും ചൊന്തി ഏതൊന്നും ഭർത്താവില്ല ഉദാസീന അങ്ങനത്തെ ഒരു മനുഷ്യന്മാർ പിന്നെ ഒരു മനുഷ്യന്മാർ എന്തിരെ അങ്ങക്ക് കൊടുത്തനക്കത്തെ ಹೊಣೆಗಾರಿಕೆ ಯಾರೇ ಚೆನ್ನ ಹಾಕಿಡರು അങ്ങനെ ಇದೆಲ್ಲ ಹಿಂಗೆ ಆಳ್ಮಾರಲ್ಲ ಎಸೋಸಿಯಾಯ ಅಂದರೆ ಹಿಂಗೆಲ್ಲ ಇಪ್ಪ ಆಸ್ಕರಲ್ಲಿ ತಂಗಕ್ಕೆ KIC പ്രസിഡന്റ് ആവുന്നുണ്ടൊന്നില്ല സുലൈമാൻ മൗലവിക്ക് KIC പ്രവർത്തിക്കൊണ്ടൊന്നില്ല ഉദവിക്ക് കൂടെ പറഞ്ഞിട്ടൊന്നില്ല അതിന് അകത്യമില്ല പള്ളിയിൽ നിന്നിട്ട് നല്ല ചന്തത്തിൽ ചോറ് വയ്ക്കണം അവിടെ KMA കൊടുങ്കായി കൂടെ പറഞ്ഞുകൊണ്ടൊന്നില്ല എഴുതുകൊണ്ടൊന്നില്ല അള്ള പേപ്പറിൽ അങ്ങനെ എല്ലാവരും ഇപ്പം നിങ്ങൾക്ക് എല്ലാം കൂടെ പറഞ്ഞ അകത്യം ഉണ്ടാ റൂമിൽ ചന്തത്തിൽ ഉറങ്ങാം ഡ്യൂട്ടി എൻജോയ് ആക്കാൻ നല്ല ഹോളിഡേ ഇതാക്കിയിട്ട് ഉറങ്ങാം പക്ഷെ നിങ്ങൾക്ക് എത്ര ഉത്തരവാദിത്തം അതിലോട്ട് ಯಾರೇ ಹಾಕೊಂಡು ಬೇನಾಯ್ತು ನೀವು ಅವಡಮೇ ಯಶಸ್ವಿ അവിടെ ಗಲ್ಫಿಗೆ ಬಂದ ಜೀವಿತಮೇ ಅದೊಂದು ಯಶಸ್ವಿ ಕಾರಣ ನನಗೆ ಉಳ್ಳ ಜವಾಬ್ದಾರಿ ಯಾರೇ കുറച്ച് ಹಾಕೊಂಡು ಬರ್ತಾയെങ്കിൽ ಅವನು ಎಲ್ಲ ഫീൽഡിൽ അവന് യശസ്വി അവിടെ ആക്ടിവിറ്റി വേണം ഇത് നിങ്ങൾക്കൊരു ഞങ്ങളൊരു വസിയത്ത് ഉദ്യോഗിമാർക്ക് എപ്പോഴും അവನು നിങ്ങളെ ಬಾಸ್മാരെ സന്തോഷപ്പെടുത്തോರು അപ്പം അവನು പ്രൊമോഷൻ തണ്ട അങ്ങനെയല്ലേ ಬಾಸ್മാർ ഇല്ലാത്തങ്ങ ഇക്കുവാറ് അങ്ങനെ എല്ലാവരും മനസ്സംതൃപ്തി ഇതാക്കണം ഞങ്ങൾ പരിവർത്തന ആക്കണം ഇത് പ്രയത്നം ആക്കണം ചങ്ങായിമാരെ അതുകൊണ്ടാണ് യുദ്ധ ബലിക്കില്ല നിങ്ങളെ ടൈമിലാണ് വേസ്റ്റ് ആക്കേണ്ടത് നമുക്ക് ഗൊന്തായിക്കൊണ്ടുണ്ടു അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ കൂടലും പിരിയലും സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതുമാറാകട്ടെ അതുപോലെ ഞങ്ങളെ അള്ളമീൻ്റെ ബാല്യക്കാർക്ക് ഈ ഫംഗ്ഷൻ ആക്കണം ചെമ്മ ചെലവുകൊണ്ട് നിങ്ങൾ ഗൊന്തുണ്ടല്ലേ ഇത് ഈ ആക്രമണത്തിനെതിരെ ആൾമാരല്ല ഇതിൽ ആൾമാരല്ല പാവത്തെങ്ങ ഭാര്യ കഷ്ടത്തെങ്ങ ഞങ്ങളെ ഷമീർ ബായി ചെറിയ നണ്ടൊട്ടിക്ക് പഠിച്ചുകൊണ്ടിരുന്ന മുത്താലിം ഭാര്യ കഷ്ടത്തിൽ ഭയങ്കര കഷ്ടത്തിൽ ഇരുന്ന് കിടാവ് കൂടെ വന്നിട്ട് ഗൾഫിൽ വന്നിട്ട് എന്താ നയിച്ചുകൊണ്ടുള്ള വലിയ ശമ്പളം എന്തില്ലേ അവൻ എല്ലാവരും ബാല്യക്കാരല്ല മൊയിലാറാകുമ്പോൾ അങ്ങനെ ഒരു ഇത് കിടല്ലേ മൊയിലാക്കന്മാർക്ക് ഈ സംഘടന ശക്തി കിടും ദർസിൽ പഠിച്ചെങ്കിൽ ഒരു സംഘടന ശക്തി അത് വേറെ ഒരു ഇതുണ്ട് അങ്ങനെ അയാളെല്ലാം കൂടിയിട്ട് എല്ലാവരും കൂട്ടിയിട്ട് അങ്ങനെ ഒരു അള്ളമീൻ സംഘടനയ്ക്ക് ചാളന കൊടുത്തൊരു അങ്ങനെ നിരാശാക്കണു ബാല ഇത് ಏನು ಬೆಳೆಯುವ ಸಿರಿ ಮೊಳಕೆಯಲ್ಲೇ ಅಂತ ಒಂದುಂಡಲ್ಲೇ ಬೆಳೆಯುವ ಸಿರಿ ಮೊಳಕೆಯಲ್ಲೇ ಉಂಟು അപ്പം അതുകൊണ്ട് ഇതിരെ ഈ കാണുമ്പത്തു ഇതിരെ കെട്ടുകഥറെല്ലാം കാണുമ്പത്തു ഭാരി സന്തോഷമായിക്കൊണ്ട് ഇതൊരു നിലനിൽക്കുന്ന സംഘടന പോലെ ആയി കണ്ടുകൊണ്ടുണ്ടു അൽഹംദുലില്ല നിങ്ങൾ ഇതിക്ക് സഹായിക്കണു അതുപോലെ ഒരു കവർ നിങ്ങൾക്ക് തരൂ അങ്ങനെ ആ കവറിൽ എന്തെങ്കിലും നിങ്ങളെ ബഗയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കും അതുപോലെ മങ്ങില 6 ജോഡി മങ്ങിലാക്കണം വേണമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ഈ സംഘടന ഉദ്ദേശിച്ചത് നിങ്ങളെ കൊണ്ട് താക്കത്തുള്ള ആ മങ്ങിലാവുമ്പത്തുള്ളൂ ആ സമയത്തിലെല്ലാം നിങ്ങൾ പ്രചാരം കൊണ്ടെല്ലാം നിങ്ങൾ അത് ഗൊന്താവും നിങ്ങൾ അര പൗൺ അല്ലെങ്കിൽ 1 പൗൺ ബംഗാർ കൊടുക്കൂ ആര് നിങ്ങളെ ആൾമാർ ആര് നിങ്ങൾ കൊടുക്കേണ്ട അതിലെ സംത്രസ്തന്മാർ ആരുള്ളത് അങ്ങനെ അഡ്രസ്സ് തരുവാറ് നിങ്ങൾ ആർക്ക് നിങ്ങൾ കൊടുക്കണേ എനിക്ക് അങ്ങനെ അഡ്രസ്സ് തരുവാർ അങ്ങനെ എത്തുപട്ടികമായി നിങ്ങൾ ഒരു 10 പൗൺ കൊടുത്തിട്ടു അല്ലെങ്കിൽ 5-8 പൗൺ കൊടുത്തിട്ട് ആ 25 വയസ്സായ പെൺകുട്ടി അതുപോലെ യതീമും പെണ്ണുമക്ക ആരും ഇല്ലാത്ത പെണ്ണുമക്ക മങ്ങിലാമ്പത്തു കൊടുക്കണക്കത്തെ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഇപ്പമേ ഇവിടെ വാഗ്ദാനം ആക്കറു ಆ ಎಂದ್ರ ಗಂಟೆ ಇಪ್ಪಮೇ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ದುಆಶೀರ್ವಚನ ನಡೆಸಿದಂತಹ ಅಸ್ಕರ್ ಅಲಿ ತಂಗಳರವರು ಒಂದು ಕವರನ್ನು ಪಡೆದುಕೊಂಡು ಇದನ್ನು ಉದ್ಘಾಟಿಸಲಿದ್ದಾರೆ. ನಂತರ ನಮ್ಮ ಎಲ್ಲ ಈ ಕಾರ್ಯಕ್ರಮ ಆಗಮಿಸಿದವರಿಗೆ ನಾವು ತಲುಪಿಸುತ್ತೇವೆ. ಒಂದು ಮದುವೆ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸಾಮೂಹಿಕ ಮದುವೆ ಜನವರಿ ತಿಂಗಳಲ್ಲಿ ನಡೆಯಲಿದೆ. ಅದಕ್ಕಾಗಿ ಒಂದು ಚಿನ್ನಾಭರಣ ತೆಗೆಯುವಂತಹ ಒಂದು ಮೊತ್ತ ಇಲ್ಲೇ ಆಗಬೇಕು. ಅದಕ್ಕಾಗಿ ಸಹಕರಿಸಬೇಕಾಗಿ ವಿನಂತಿ. ನಾವು ಅಸ್ಕರ್ ಅಲಿ ತಂಗಳರವರಿಗೆ ನೀಡುವ ಮೂಲಕ ಇದನ್ನು ಮೊದಲಿಗೆ ಉದ್ಘಾಟಿಸ್ತಾ ಇದ್ದೇವೆ. ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಶಮೀರ್ ಕಡವಿನ ಮಂಗಾಳ್ತೀನಿ ಎಲ್ಲತ್ತೀನಿ അല്ല ഇതിന് എഴുതിയിട്ട് അതിൽ ഇത്ര പേര് അഡ്രസ്സും ഫോൺ നമ്പർ എഴുതിയിട്ട് പൊന്നിൻ്റെ പവൺ കണക്കായിട്ട് പൈസൻ്റെ ഇത് വേണ്ട പൊന്നിൻ്റെ അല്ലേ ചീട്ട് അതിൽ കവറിൻ്റെ മീല എഴുതിട്ട് കവറിൽ മീല എഴുതിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ഫംഗ്ഷന് കുറച്ച് ചിലവുണ്ടല്ലോ അതിൻ്റെ എന്തെങ്കിലും നിങ്ങളെ ഇതിൽ വകയിലായിട്ട് ഇതട്ട് അല്ലേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ല. ഫംഗ്ഷനിക്ക് ചിലവുള്ളത് കൊണ്ട് കുറച്ച് അതിലെന്തെങ്കിലും ഇടുക. അതിനെല്ലാം ആൾമാരെല്ലാം ഉണ്ട്, ഭാരവാഹിമാരെല്ലാം ഉണ്ട്. പിന്നെ നിങ്ങളെ വകയായിട്ട് ആ മംഗലം കഴിക്കുന്ന സമയത്ത് കൊടുത്താൽ മതി. അത് ആ കവറിൻ്റെ മുകളിൽ എഴുതിയിട്ട് 1/2 പവണ് 1 പവണ് 2 പവണ് പൊന്നി അതിൻ്റെ മേളിൽ നമ്പർ ഫോൺ നമ്പർ ദയവ് ചെയ്തിട്ട്. ഇതൊരു നല്ല സംരംഭമാണ്. അവരെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಇಸ್ಲಾಂ ಎಂದರೆ ಕೇವಲ ಪ್ರಾರ್ಥನೆ ಆರಾಧನೆಗೆ ಸೀಮಿತವಲ್ಲ, ಅದು ಬದುಕಲ್ಲಿ ಅಳವಡಿಸಿಕೊಳ್ಳಬೇಕಾದುದು. ಮನುಷ್ಯನಿಗೆ ಹತ್ತಿರವಾದರೆ ಮಾತ್ರ ಅಲ್ಲಾಹನ ಬಳಿಗೆ ತಲುಪಬಹುದು. ಆದ್ದರಿಂದ
ಸಾಮಾಜಿಕ ಸೇವೆಯ ಮೂಲಕ ಬದುಕನ್ನು ಧನ್ಯಗೊಳಿಸೋಣ ಎಂದು ಹೇಳುತ್ತಾ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಪ್ರಾಸ್ತಾವಿಕವಾಗಿ ಮಾತನಾಡಿದ ಹಾಜಿ SP ಮೊಹಮ್ಮದ್ ದಾರಿಮಿ ಪುತ್ತೂರ್ ಇವರಿಗೆ ಧನ್ಯವಾದಗಳು. ಮುಂದೆ ದಿಕ್ಸೂಚಿ ಭಾಷಣ ಉತ್ತಮ ಮಾತುಗಾರ, EIFF ಇದರ ಸಂಘಟನೆಯ ಸದಸ್ಯರೂ ಆಗಿರತಕ್ಕಂಥ ಸಮಾಜ ಸೇವೆಯಲ್ಲಿ ತೊಡಗಿಸಿಕೊಂಡಂತಹ ನಾಸಿರ್ KK 10 ನಿಮಿಷಗಳ ಕಾಲ ದಿಕ್ಸೂಚಿ ಭಾಷಣ ನಡೆಸಲಿದ್ದಾರೆ. ಅದಕ್ಕಾಗಿ ಅವರಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್, ಅಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಅಶ್ರಫಿಲ್ ಅಂಬಿಯಾಇ ವಲ್ ಮುರ್ಸಲೀನ್ ವ ಅಲಾ ಆಲಿಹಿ ವ ಸಹಬಿಹಿ ಅಜ್ಮഈನ್. ಅಮ್ಮಾ ಬಅದ್. ಅಊಜು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಮ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್. ರಬ್ಬಿ ಇಶ್ರಹ್ ಲೀ ಸದ್ರಿ ವ ಯಸ್ಸಿರ್ ಲೀ ಅಮ್ರಿ ವಹ್ಲುಲ್ ಉಕ್ದತಂ ಮಿನ್ ಲಿಸಾನಿ ಯಫ್ಖಹು ಕೌಲಿ. ಲ್ಯಾಂಗ್ವೇಜ್ ಇಷ್ಟವರೆಗೆ ಮಾತಾಡಿದ್ದು ಕನ್ನಡದಲ್ಲಿ ಮತ್ತು ಬ್ಯಾರಿ ಎರಡು ಮಿಕ್ಸ್ ಮಾಡಿ ಮಾತಾಡಿದ್ದಾರೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ, ನಾನು ಸಹ ಸ್ವಲ್ಪ ಕನ್ನಡದಲ್ಲಿ ಹಾಗೂ ಬ್ಯಾರಿಯಲ್ಲಿ ಮಿಕ್ಸ್ ಮಾಡಿ ಮಾತಾಡಲಿಕ್ಕೆ इच्छा पड़ते हैं. शाह राणा साहब यहाँ पर बैठे हुए हैं, मेरे ख्याल से उर्दू ज़्यादा पसंद करते होंगे. अल्हम्दुलिल्लाह. ಅಲ್ಲಾಮೀನ್ ಫ್ರೆಂಡ್ಸ್ ಇವರ ಒಂದು ಸಣ್ಣ ಒಂದು ಸಮಯದಲ್ಲಿ ಅಲ್ಲಾಹನ ಇಚ್ಛೆಯಂತೆ ಬಹಳ ಒಂದು ಒಳ್ಳೆಯ ಧ್ಯೇಯದೊಂದಿಗೆ ಮುಂದುವರಿತಾ ಇರುವಂತಹ ಒಂದು ಸಂಘಟನೆ, ತುಂಬ ಗುರಿಗಳನ್ನು ಇಟ್ಟುಕೊಂಡು ಮುಂದೆ ಹೋಗ್ತಾ ಇರುವಂತಹ ಒಂದು ಸಂಘಟನೆ. ಇದನ್ನು ಮುಂದೆ ಕೊಂಡು ಹೋಗಬೇಕಾದ್ರೆ ನಮ್ಮೆಲ್ಲರ ಸಹಾಯ ಬೇಕು ಅಂತ ಹೇಳುವಂಥ ಒಂದು ಮನವರಿಕೆಯೊಂದಿಗೆ ಅಥವಾ ಇಚ್ಛೆಯೊಂದಿಗೆ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಇಂತಹ ಒಂದು ಪ್ರೋಗ್ರಾಮನ್ನು ಇಲ್ಲಿ ಅರೇಂಜ್ ಮಾಡಿದ್ದಾರೆ. ದೀನ್ನ ಬಗ್ಗೆ ಮತ್ತು ಅಲ್ಲಾಹನ ಆ ಒಂದು ಆಜ್ಞೆ ಹಾಗೂ ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರು ತಿಳಿಸಿದಂತಹ ಆ ಸುನ್ನತ್ಗಳ ವಿವರಗಳ ಬಗ್ಗೆ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಇಲ್ಲಿ ನಮ್ಮ ಪಂಡಿತರು ಅದರ ಬಗ್ಗೆ ತುಂಬ ವಿಷಯಗಳು ಮಾತಾಡಿದ್ದಾರೆ. ಆದರೆ ಇವತ್ತು ನಮ್ಮ ಒಂದು ದೊಡ್ಡ ಸ್ಟ್ರೆಂತ್ ಏನಾಗಿದೆ ಅಂತಂತ ಹೇಳಿದರೆ ನಾವು ಹೇಳ್ತಾ ಇರೋದು ಅಥವಾ ನಾವು ಭಾವಿಸ್ತಾ ಇರೋದು ಒಂದು ಸಾಧಾರಣ 25 ಕೋಟಿ ಮುಸಲ್ಮಾನರು ಇಂಡಿಯಾದಲ್ಲಿದ್ದಾರೆ. ಅದರಲ್ಲಿ ದೊಡ್ಡ ಒಂದು ಅಂಶ ನಾವಾಗಿದ್ದೇವೆ, ಅದು ಯುವಕರಾಗಿದ್ದೇವೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಅದರಲ್ಲಿ ಒಂದು 20% ಅಥವಾ 30% ಯುವಕರಾಗಿರ್ಬೋದು. ಇವತ್ತಿನ ಕಾಲಘಟ್ಟದಲ್ಲಿ ಯುವಕರಿಗೆ ಅತಿ ಹೆಚ್ಚು ಬೇಡಿಕೆ ಇದೆ. ಯಾಕೆಂತಂತ ಹೇಳಿದರೆ ಅದಾಗಿದೆ ಅವರ ಇನ್ನೋವೇಟಿವ್ ಥಿಂಕಿಂಗ್ ಅಂತ ಹೇಳ್ತಾರೆ. ಅದಕ್ಕೆ ಯಾರು ಆಲೋಚಿಸಿದಂಥ ಒಂದು ವಿಷಯವನ್ನು ಆಲೋಚನೆ ಮಾಡಿಕೊಂಡು ಅದಕ್ಕೆ ಒಂದು ಕೊಡುವಂಥ ಚಾಲನೆ ಆಗಿದೆ. ಅದರ ರಿಸಲ್ಟ್ ಆಗಿರ್ತದೆ ನನ್ನಿಂದ ಏನು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು ಅಂತ ಹೇಳುವಂಥ ಒಂದು ಚಿಂತನೆ, ಐ ಕ್ಯಾನ್ ಆ್ಯಟಿಟ್ಯೂಡ್ ಅಂತ ಹೇಳ್ತಾರೆ ಅದಕ್ಕೆ ಅಲ್ವಾ. ನಾನೊಂದು ಮೊದಲು ನಮ್ಮ ಒಬ್ಬರು ಇಸ್ಲಾಮಿಕ್ ಪಂಡಿತರು ಮಾಡಿದಂಥ ಒಂದು ಪ್ರಸಂಗವನ್ನು ಕೇಳಿದ್ದೆ. ಅದರಲ್ಲಿ ಯೂಸುಫ್ ಅಲೈಹಿಸ್ಸಲಾಂ ರವರನ್ನು ಮಿಸ್ರನ ಮಾರುಕಟ್ಟೆಯಲ್ಲಿ ಅಥವಾ ಈಜಿಪ್ಟ್ನ ಮಾರುಕಟ್ಟೆಯಲ್ಲಿ ಏಲಂ ಮಾಡ್ತಾ ಇರುವಾಗ ಅಥವಾ ಲೇಲ ಅಂತ ಹೇಳ್ತೇವೆ ಅದಕ್ಕೆ, ಮಾಡ್ತಾ ಇರುವಾಗ ಅಲ್ಲಿ ಒಬ್ಬ ಪ್ರಾಯವಾದಂಥ ಒಬ್ಬ ಮಹಿಳೆ ಇದ್ದರಂತೆ. ಸ್ವಲ್ಪ ಅವರಿಗೆ ಪ್ರಾಯ ಆಗಿದೆ ಮತ್ತು ಅತಿ ಕಡು ಬಡವರಾದಂಥ ಒಬ್ಬ ಮಹಿಳೆ ಆಗಿದ್ದರು. ಆ ಮಿಸ್ರನ ಆ ಮಂಡಿಯಲ್ಲಿ ಅಥವಾ ಮಾರುಕಟ್ಟೆಯಲ್ಲಿ ಏಲಂಗೆ ಬಂದಂಥವರು ಅತಿ ಶ್ರೇಷ್ಠರು ಮತ್ತು ಅತಿ ದೊಡ್ಡ ಸಿರಿವಂತರಾಗಿದ್ದರು, ಒಬ್ಬ ಹಣವಂತರಾಗಿದ್ದರು. ಹಾಗೆ ಒಬ್ಬ ಹಣವಂತರು ಈ ಕಡು ಬಡವ ಮತ್ತು ಪ್ರಾಯದಂತಹ ಒಬ್ಬ ಮಹಿಳೆಯನ್ನು ನೋಡಿ ಕೇಳ್ತಾರಂತೆ, ಇಂತಹ ಶ್ರೀಮಂತರ ಮಂಡಿಯಲ್ಲಿ ನಿಮಗೆ ಏನು ಕೆಲಸ ಅಂತ, ಅಥವಾ ನೀವೇನು ಮಾಡ್ತಾ ಇದ್ದೀರಾ ಅಂತ. ಆವಾಗ ಆ ಮಹಿಳೆ ಹೇಳಿದಂಥ ಮಾತೇನಾಗಿದೆ ಅಂತಂತ ಹೇಳಿದರೆ, ನನಗೆ ಗೊತ್ತು ನನ್ನಲ್ಲಿ ಯೂಸುಫ್ ಅಲೈಹಿಸ್ಸಲಾಮನನ್ನು ಅವರನ್ನು ಲೇಲಂದಲ್ಲಿ ಅಥವಾ ಈ ಒಂದು ಏಲಮಲ್ಲಿ ನನಗೆ ತೆಗೆದುಕೊಳ್ಳುವ ತಾಕತ್ತಿಲ್ಲ ಅಂತ. ಆದರೆ ನಾಳೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲಾ ಮಹಶರ್ ನನ್ನಲ್ಲಿ ಕೇಳ್ಬೋದು, ನನ್ನ ಯೂಸುಫ್ ಅಲ್ಲಿ ಮಾರುಕಟ್ಟೆಯಲ್ಲಿ ಏಲಂ ಆಗ್ತಾ ಇದ್ದಾಗ ನೀನು ಅಲ್ಲಿ ಇದ್ದು ನೀನು ಏನು ಮಾಡಿದ್ದಿ ಅಂತ, ಅದಕ್ಕಾಗಿ ನಾನಿಲ್ಲಿ ಇದ್ದೇನೆ ಅಂತ. ಇದೇ ವಿಷಯವಾಗಿದೆ. ನಾವು ಮುಂದುವರೆದು ನೋಡಿದರೆ ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಸರಿಯಲ್ಲಿ ಬಂದಂತಹ ಎಷ್ಟೋ ಘಟನೆಗಳು ನಮಗೆ ಇದೆ, ಅಲ್ಲಿ ಗೊತ್ತುಂಟು. ನಯೀಬ್ ಇಬ್ನ್ ಮಸೂದ್ ರದಿಯಲ್ಲಾಹು ತಾಲಾ ಅಂತ ಹೇಳುವಂತಹ ಒಬ್ಬ ಸಹಾಬಿಯಿಂದಾಗಿದೆ ಖಂದಕ್ ಯುದ್ಧದಲ್ಲಿ ಬಹಳ ಒಂದು ತಿರುಚುಮರ್ಚಾಗಿ ಬಹಳ ಅತಿ ಒಂದು ಹೆದರಿಕೆಯಲ್ಲಿದ್ದಂತಹ ಅಥವಾ ಅತಿ ಹೆದರಿ ನಾವೇನು ಮಾಡೋದು ಅಂತ ಹೇಳಿಕೊಂಡು ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಆಗಿರ್ಬೋದು, ಸ್ವಲ್ಪ ಸಹಾಬಿಗಳಾಗಿರ್ಬೋದು, ದುವಾ ಮಾಡಿಕೊಂಡು ಹೆದರುವ ಸಂದರ್ಭದಲ್ಲಿ ಆಗಿತ್ತು ಅಲ್ವಾ. ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರಾತ್ರಿ ಪೂರ್ತಿ ಹೆದರಿ ಆ ಹೆದರಿದ ವಿಷಯವನ್ನು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲಾ ಖುರಾನ್ನಲ್ಲಿ ಸರಿಯಾಗಿ ನಮಗೆ ಹೇಳಿಕೊಟ್ಟಿದ್ದಾನೆ. ಎಷ್ಟು ಹೆದರಿದ್ದಂದರೆ ಅವರ ಹೃದಯವು ಇದಾ ಬಲಗತಿಲ್ ಖುಲೂಬುಹುಂ ಹನಾಜಿರ, ಅವರ ಹೃದಯವು ಅವರ ಕಂಟಲಿಗೆ ಬಂದಂಥ ಸಂದರ್ಭ ಆಗಿತ್ತು.
ಮತ್ತು ಅವರ ಕಾಲಿನಡಿಯಿಂದ ಆ ಭೂಮಿ ಸರಿಯುವಂಥ ಸಂದರ್ಭ ಆಗಿತ್ತು ಅಂತ. ಅಷ್ಟು ಒಂದು ಕಷ್ಟದ ಕೆಲಸ ಸಮಯದಲ್ಲಿರುವಾಗ ಆಗಿತ್ತು ನঈಮ್ ಇಬ್ನ್ ಮಸೂದ್ ರದಿಯಲ್ಲಾಹು ತಾಲಾ ಅನ್ನು ಇಸ್ಲಾಂ ಸ್ವೀಕರಿಸುವುದು. ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹೇಳ್ತಾರೆ, ನೀವೊಬ್ಬರು ಇಸ್ಲಾಂ ಸ್ವೀಕರಿಸಿದ್ರೆ ಏನಾಗ್ತದೆ, ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್, ಅಲ್ಲಾಹ್ ಸ್ವೀಕರಿಸಲಿ ಅಂತ ಹೇಳ್ತಾರೆ. ಆವಾಗ ಅಲ್ಲಿ ಆಜ್ಞೆ ಕೇಳ್ತಾರೆ, ಯಾರು? ನঈಮ್ ಇಬ್ನ್ ಮಸೂದ್, ನನಗೆ ನೀವು ಪರ್ಮಿಷನ್ ಕೊಡಬೇಕು, ನಾವೇನಾದರೂ ಮಾಡ್ತೇನೆ ಅಂತ. ನಿನ್ನೊಬ್ಬರಿಂದ ಏನು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು ಹೇಳಿಕೊಂಡು, ಇಲ್ಲ ನಾನು ನನ್ನಿಂದ ಆಗೋದು ನಾವು ಮಾಡ್ತೇನೆ ಅಂತ ಹೇಳಿಕೊಂಡು ಅವರೊಂದು ಪ್ಲ್ಯಾನ್ನು ಮಾಡ್ತಾರೆ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್, ಆ ಕಂದಕನ ಜಯವು ಅತಿ ದೊಡ್ಡ ಒಂದು ಫಲಿತಾಂಶ ಆ ನঈಮ್ ಇಬ್ನ್ ಮಸೂದ್ನ ಆ ಒಂದು ಹಿಕ್ಮತಿಂದಾಗಿರ್ತದೆ. ಬಿಬಿ ಸಫಿಯಾ ರದಿಯಲ್ಲಾಹು ತಾಲಾ ಕಂದಕ್ ಯುದ್ಧದಲ್ಲಿ ಅದೇ ಸಮಯದಲ್ಲಿ ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಒಟ್ಟು ಮಾಡಿದಂತಹ ಒಂದು ಏರಿಯಾ ಆಗಿತ್ತು, ಮಹಿಳೆಯರನ್ನು ಮತ್ತು ಮಕ್ಕಳನ್ನು ಮತ್ತು ಸ್ವಲ್ಪ ಪ್ರಾಯದವರನ್ನು. ಅಲ್ಲಿ ಆಗಿದ್ದ ಅಬು ಸಫಿಯಾನ್ನ ಚಾರರು ಬಂದು ಅಲ್ಲಿ ಅಟ್ಯಾಕ್ ಮಾಡಲಿಕ್ಕೆ ಬಂದ ಸಂದರ್ಭ. ಬಿಬಿ ಸಫಿಯಾ ಏನು ಹೇಳ್ತಾರೆ, ಅಲ್ಲಿ ನಮ್ಮ ಹಸ್ಸಾನ್ ಬಿನ್ ಸಾಬಿತ್ ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅಲ್ಲಿ ಕಾವಲುಗಾರನಾಗಿ ನಿಂತಿಸಿದರು. ಸಫಿಯಾ ರದಿಯಲ್ಲಾಹು ತಾಲಾ ಈ ಸಂದರ್ಭವನ್ನು ನೋಡ್ತಾರೆ, ಹಸ್ಸಾನ್ ಬಿನ್ ಸಾಬಿತ್ ಹೇಳ್ತಾರೆ, ಇವರು ಬರ್ತಾ ಇದ್ದಾರೆ, ಇವರು ಬಹುಶಃ ಶತ್ರುಗಳಾಗಿದ್ದಾರೆ, ಇವರು ನಮ್ಮ ಮೇಲೆ ಅಟ್ಯಾಕ್ ಮಾಡಲಿಕ್ಕೆ ಬರ್ತಾ ಇದ್ದಾರೆ, ನೀವು ಅವರನ್ನು ಎದುರಿಸಿ ಅಂತ. ಆವಾಗ ಹಸ್ಸಾನ್ ಬಿನ್ ಸಾಬಿತ್ ಹೇಳುವಂಥ ವಿಷಯವೇನು, ನಾನು ಪ್ರಾಯದವನು, ನನ್ನಲ್ಲಿ ಆ ಶಕ್ತಿ ಇಲ್ಲ, ಶಕ್ತಿ ಇರ್ತಿದ್ರೆ ನಾನು ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮನ ಒಟ್ಟಿಗೆ ನಾನು ಯುದ್ಧದಲ್ಲಿ ಭಾಗವಹಿಸ್ತಿರ್ಲಿಲ್ವಾ, ಹಾಗಿರುವ ನನಗೆ ತಾಕತ್ತಿಲ್ಲ ಅಂತ ಹೇಳಿಕೊಂಡು ಹೇಳಿದಾಗ ಸಫಿಯಾ ರದಿಯಲ್ಲಾಹು ತಾಲಾನು ತನ್ನ ಬಟ್ಟೆಯನ್ನು ಸೊಂಟಕ್ಕೆ ಕಟ್ಟಿಕೊಂಡು ಒಂದು ದೊಡ್ಡ ಒಂದು ಕೋಲನ್ನು ಹಿಡಿದು ನಿಲ್ತಾರೆ. ಅಬು ಸುಫಿಯಾನ್ನ ಆ ಒಂದು ಚಾರವನ್ನು ಬಂದಾಗ ಒಂದೇ ಒಂದು ತಲೆಗೆ ಹೊಡಿತಾರೆ, ಅವನಲ್ಲೇ ಸತ್ತು ಹೋಗ್ತಾನೆ. ಅನಂತರ ಈ ಧೈರ್ಯವನ್ನು ನೋಡಿದಂಥ ಬಾಕಿ ಮಹಿಳೆಯರು ಎಲ್ಲರೂ ಒಂದೊಂದು ಆ ಒಂದು ಕೋಲನ್ನು ಹಿಡಿದುಕೊಂಡು ನಿಲ್ತಾರೆ, ಮತ್ತು ಎರಡನೇವನು ಓಡಿ ಹೋಗ್ತಾನೆ. ಅದರ ಅರ್ಥ ಏನಂದರೆ ಅಲ್ಲಿ ಮೆಸೇಜ್ ಹೋಗ್ತದೆ, ಏನು ಅಂದರೆ ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಒಟ್ಟಿಗೆ ಮಹಿಳೆಯರನ್ನು ನೋಡಿಕೊಳ್ಳುವಂತಹ ಅಲ್ಲಿ ಸಹ ಅಲ್ಲಿ ನಬಿ ಕರೀಂ ಸಲ್ಲಲ್ಲಾಹು ಜನ ಇದ್ದಾರೆ ಅಂತ. ನಾನು ಈ ವಿಷಯ ಹೇಳಲಿಕ್ಕೆ ಕಾರಣ ಏನು ಅಂತಂದರೆ, ಈ ಮೂರು ನಾವು ಉದಾಹರಣೆ ಕೊಟ್ಟದ್ರಲ್ಲಿ ಸಹ ಇರುವಂಥದ್ದು ವಿಷಯ ಅಂದರೆ ಸಮಸ್ಯೆಗಳು ಸಮಾಜದಲ್ಲಿ ತುಂಬ ಇದೆ. ನಮ್ಮ ಭಾರತದಲ್ಲಿ ತುಂಬ ಸಮಸ್ಯೆಗಳಿವೆ, ನಮ್ಮ ವಿಶ್ವದಲ್ಲೇ ತುಂಬ ಸಮಸ್ಯೆಗಳಿದೆ. ಅದರದ್ರಲ್ಲಿ ಪ್ರತ್ಯೇಕವಾಗಿ ಮುಸಲ್ಮಾನರ ಬಗ್ಗೆ ಅಥವಾ ಮುಸ್ಲಿಂ ಸಮಸ್ಯೆಗಳ ಬಗ್ಗೆ ತುಂಬ ನಾವು ಮಾತಾಡ್ತೇವೆ. ಮಾತಾಡಿದ ನಂತರ ಹೆಚ್ಚಿನವರು ಅದರ ಬಗ್ಗೆ ಮಾತಾಡೋದು ಏನು ಅಂತ ಹೇಳಿದರೆ, ಎಂತ ಮಾಡೋದಲ್ವ, ನಮಗಿಂದ ಏನು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು ಅಂತ ಹೇಳಿಕೊಂಡು ನಾವು ಮಲಗ್ತೇವೆ. ಆದರೆ ಅದರಲ್ಲಿ ಕೆಲವೊಂದು ಜನ ಏನು ಮಾಡ್ತಾರೆ, ಅದರ ಬಗ್ಗೆ ನನ್ನಿಂದ ಏನು ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಅಂತ ಹೇಳಿಕೊಂಡು ಚಿಂತನೆ ಮಾಡ್ತಾರೆ. ಆ ಚಿಂತನೆ ಮಾಡಿದಾಗ ಆಗ್ತದೆ ಕೆಲವೊಂದು ವಿಷಯಗಳು ಉದ್ಭವಿಸುವುದು. ಈಗ ನಮ್ಮ ದಾರಿಮಿ ಉಸ್ತಾದ್ ಅವರು ಹೇಳಿದರು, ಅಮೇರಿಕಾದ ಆ ಒಂದು ಯೂನಿವರ್ಸಿಟಿಯ ವಿಷಯ. ಆ ಸಣ್ಣ ಮೊತ್ತದಲ್ಲಿ ನನಗೆ ಏನು ಮಾಡಬೇಕು ಆಗಲಿಕ್ಕೆ ಆಗ್ಬೋದು ಅಂತ ಹೇಳಿಕೊಂಡು ಬಂದಂಥ ಒಂದು ಆಲೋಚನೆ ಆಗಿತ್ತು ಆ ಯೂನಿವರ್ಸಿಟಿಯ ಚಾಲನೆ. ಈ ವಾಟ್ಸಪ್ ನಾವು ಯೂಸ್ ಮಾಡ್ತಾ ಇದ್ದೇವೆ, ಇವತ್ತು ಫೇಸ್ಬುಕ್ ಯೂಸ್ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಇಲ್ಲಿ ಕುತ್ಕೊಂಡವರಲ್ಲಿ ಯಾರಲ್ಲಿ ಸಹ ವಾಟ್ಸಪ್ ಇಲ್ಲದವರು ನನಗೆ ಇರಲಿಕ್ಕೆ ಸಾಧ್ಯವೇ ಇಲ್ಲ. ಈ ವೇದಿಕೆಯಲ್ಲಿಂದ ಹಿಡಿದು ಲಾಸ್ಟ್ರವರೆಗೆ ವಾಟ್ಸಪ್ಪನ್ನು ಇದ್ದವರು ಯಾರೂ ಸಹ ಇರಲಿಕ್ಕಿಲ್ಲ. ಆದರೆ ಈ ವಾಟ್ಸಪ್ಪನ್ನು ಕಂಡು ಹುಡುಕಿದವನು ಯಾರೋ ಇಬ್ಬರು. ಯಾಕೆಂತಂದರೆ ಅಂಥ ಒಂದು ಆಲೋಚನೆ ಅವನ ತಲೆಯಲ್ಲಿ ಬಂತು, ಅವನು ಹುಡುಕಿದ. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್, ಇವತ್ತು ಅದರಲ್ಲಿ ಬೇರೆ ಬೇರೆ ವರ್ಷಗಳು ಇರ್ಬೋದು, ಆದರೆ ನಾವು ಇವತ್ತು ಈ ಒಂದು ಅಲ್ ಅಮೀನ್ ಅಂತ ಹೇಳುವಂಥ ಈ ಒಂದು ಫ್ರೆಂಡ್ ಸರ್ಕಲ್ ಆಗಲಿಕ್ಕೆ ಕಾರಣ ಸಹ ಈ ವಾಟ್ಸಪ್ ಗ್ರೂಪ್ ಆಗಿರ್ತದೆ. ಆಲೋಚನೆ ಮಾಡುವಂಥವರಿಗೆ ದೃಷ್ಟಾಂತವಿದೆ ಅಂತ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲಾ ಹೇಳಿದ್ರು ಅಲ್ವಾ. ನಾವು ಒಂದು ಮೊಬೈಲ್ ಫೋನ್ ಆಗಿರ್ಬೋದು, ಅಥವಾ ಈ ಒಂದು ನಾವು ಮಾತಾಡುವಂಥ ಮೈಕ್ ಆಗಿರ್ಬೋದು, ಅಥವಾ ಈ ಹೊತ್ತುರಿಯುವಂಥದ್ದು ಒಂದು ಬಲ್ಬ್ ಆಗಿರ್ಬೋದು, ಎಲ್ಲದಕ್ಕೂ ಕೆಪಾಸಿಟಿ ಇದೆ, ಲಿಮಿಟೇಷನ್ಸ್ ಇದೆ ಅಲ್ವಾ. ಇದಕ್ಕೆ ಒಂದು ಇಷ್ಟು ಗಂಟೆಗಳು ಇದು ಉರಿಬೋದು ಅಂತ ಹೇಳುವಂಥದ್ದು ಕಂಪನಿ ಅದಕ್ಕೆ ಲೇಬಲ್ ಕೊಡ್ತದೆ. ಈ ಮೈಕಿಗೆ ಹೀಗೆ ಮಾಡಿದರೆ ಅದು ಹಾಳಾಗ್ತದೆ ಅಂತ, ಅಥವಾ ಹಾಗೆ ಆಗ್ಬೋದು ಅಂತ ಹೇಳ್ತೇವೆ. ಒಂದು ಮೊಬೈಲ್ ಫೋನ್ನ ಕೆಪಾಸಿಟಿ ಇಷ್ಟು GB ಡಾಟಾ, ಇಷ್ಟು